നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. വേഗം മണിയറ ഒരുക്ക്. ഇത് തീർത്തിട്ട് വേണം ഗൗതമിനെ വിളിച്ചിട്ട് എനിക്ക് റൂമിൽ കൊണ്ടിരുത്താൻ. ഇന്ന് രാവിലെ വരെയും താലികെട്ട് മുടക്കാൻ നടന്ന ആളാ ആന്റി. ആ ആന്റിക്ക് എങ്ങനെ ഇതുപോലെ മാറാൻ പറ്റുന്നു? ആന്റിക്ക് എന്താ പറ്റിയത്? എടി മോളെ, ഒഴുക്കിനൊത്ത് നീന്തുക എന്ന് കേട്ടിട്ടുണ്ടോ നീ? അതാ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താലികെട്ട് മുടക്കാൻ പറ്റിയില്ല. ഈ ചടങ്ങ് മുടക്കാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ എന്താ വേണ്ടത്? ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന് നടുക്കഷ്ണം നോക്കി അങ്ങ് തിന്നണം. അല്ലെങ്കിലേ എല്ലാവരും എന്നെ സംശയിക്കും. പക്ഷെ ഈ മണിയറയിൽ ഇങ്ങനെ നിന്നിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ആണോ? സങ്കടം വരുന്നുണ്ടോ നിനക്ക്? എങ്കി വാ, ആന്റി മോൾക്ക് വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ആഹാ, ഇതുവരെ ഇല്ലാത്ത നാണമൊക്കെ വന്നല്ലോ മുഖത്ത്. ഒന്ന് പോവാമ്മ. ആഹാ, ചെറുക്കനോടെ കാത്തിരിക്കുന്നുണ്ടാവും. വാ. അല്ല, ചേച്ചിയും കൊണ്ട് അമ്മ എവിടെ പോവാ? ഇതൊക്കെ ഒരമ്മായിമ്മയുടെ കടമയാ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. വാ. നിധിയും കൊണ്ട് എടുത്ത് ഇത് എവിടെ പോന്നു? മോളെ മണിയറയിലാക്കാന്നുള്ളത് എന്റെ കടമയല്ലേ വസു? അത് വേണ്ട. ഗൗതം എന്റെ മകനാ. അവന്റെ പെണ്ണിനെ ഞാൻ മണിയറയിലാക്കിക്കോളാം. ആ പാലിങ് തരൂ. എടുത്തേക്ക് വിരോധമൊന്നുമില്ലല്ലോ? ഏയ്, എന്ത് വിരോധം? ആന്റിയുടെ കൂടെ ചെല്ലും മോളെ. വസുന്ധര ആന്റി എന്തായി ചെയ്യുന്നെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അവസാന നിമിഷമെങ്കിലും എല്ലാം പൊളിച്ചടിക്കാൻ മതിയായിരുന്നു. അമ്മ ചമ്മിപ്പോയില്ലേ? ഒരു ചമ്മലുമില്ല. ആര് കൈ പിടിച്ചുകൊണ്ടാക്കിയാലും ഒരു കുഴപ്പമില്ല. എന്റെ മോനും മരുമോളും സന്തോഷത്തോടെ ജീവിക്കണം. അത്രേ ഉള്ളൂ എനിക്ക്. അത് ചെയ്യുന്നത് വസുവാണെങ്കിൽ കൂടുതൽ സന്തോഷം. പാല് പിടിക്ക്. ഞാൻ ദേ ഇവിടം വരെ ഉള്ളൂ. ഇനി നീയും ഗൗതമും എല്ലാ അർത്ഥത്തിലും ഒന്നായിട്ടൊരു ജീവിതം തുടങ്ങുക. ഗൗതം അകത്തുണ്ട്. ചെല്ല്. ഓൾ ദി ബെസ്റ്റ്. ആന്റി, എന്നോട് എന്തെങ്കിലും അനിഷ്ടം ഉണ്ടെങ്കിൽ ആന്റി അത് മറക്കണം. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഛേ, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? സന്തോഷത്തോടെ അകത്തേക്ക് ചെല്ല്. ഒളിമിന്നും പുഞ്ചിരിയായി ചിന്നും പൂമഴയോ നിൻമൊഴിയോ ചെല്ലക്കാറ്റല നീ പൊന്നില്ലി കാടായി ഞാൻ ഒന്നായി ചേർന്നിടുവാൻ ഉൾക്കൊതിയായി അനുരാഗത്താലേ ഒരു മേഘത്തുണ്ടായി ഞാനും മഴ കൊള്ളുവാനായി വന്നവളേ അഴകേ അഴകേ
എന്താ? സത്യം പറയാലോ, നിന്റെ ഈ നാണം ഭയങ്കര ബോറാ. കണ്ടിട്ട് ചിരി വരിക. അതെ, ഇതൊന്നും വേണ്ടെന്ന് ഞാൻ അമ്മയോട് 100 തവണ പറഞ്ഞതാ. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോരോ പരിപാടികള്. ഡേ, ഈ പാല് വാങ്ങിക്കുന്നുണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ ഞാനിപ്പോ മുഴുവനും കുടിക്കും. അയ്യോ, ചതിക്കല്ലേ. ചടങ്ങൊക്കെ ചടങ്ങായിട്ട് തന്നെ പോട്ടെ. ഇങ്ങെടുക്ക്. അതെ, പാതി എനിക്കുള്ളതാ. ആ, ദേ, കൃത്യം പാതി. ഇങ്ങനെ നോക്കാതിരിക്ക. നോക്കിയാ പഴയ പോലെ ഞാൻ എന്റെ സെറ്റിയിൽ പോയി കിടക്കും. അയ്യോ, ചതിക്കല്ലേ. ആറ്റുനോറ്റ് കിട്ടിയ മുഹൂർത്തം അത്. അതെ, ഇങ്ങനെ നിന്നാലോ? വാ, ഇരിക്ക്. വാ. നമ്മൾ ജീവിച്ചു തുടങ്ങുക. സത്യം പറയാലോ, കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുക. നോക്കിയിരുന്നു. കണി കാണിക്കാനായിട്ട് അപശകുനം പോലെ മുന്നിൽ വന്നിരിക്കുകയല്ലേ? ആന്റിക്കിന് ഞാൻ അപശകുനായിട്ടൊക്കെ തോന്നും. കാരണം എല്ലാ ലക്ഷ്യങ്ങളിലും തോറ്റുപോയവളാണല്ലോ ഞാൻ. അല്ല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാം, നിനക്ക് ഉറക്കൊന്നുമില്ലേ? പിന്നെ ജീവിതത്തിലെല്ലാം നേടി സംതൃപ്തി അടഞ്ഞ ദിവസമാണല്ലോ ഇന്നലത്തേത്. സമാധാനമായിട്ട് ഉറങ്ങാനും പറ്റുമായിരുന്നു. എന്റെ പൊന്നാന്റി, ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഞാൻ, അറിയോ? ഒന്ന് മയങ്ങി വരുമ്പോഴേക്കും ഒരു തേങ്ങലോടെ ഞെട്ടി എഴുന്നേക്കായിരുന്നു. താലികെട്ട് കഴിഞ്ഞു. എല്ലാ അർത്ഥത്തിലും ഗൗതം നിധിയുടെ ദാവുകയും ചെയ്തു. ഇന്നു മുതൽ അവളുടെ ഒടുക്കത്തെ ഷോ കൂടെ കാണണം. ആന്റി നോക്കിക്കോ, ഇനിയിപ്പോ രാവിലെ ഓഫീസിൽ പോവാനെന്നും പറഞ്ഞ് എല്ലാ അധികാരത്തോടും കൂടി അവള് ഗൗതമിന്റെ കൂടെ ഒരുങ്ങിക്കെട്ടി ഇറങ്ങും. ഇനിയും ഓഫീസിൽ പോകുന്ന അവള് നിന്നോട് പറഞ്ഞോ? അതിന് പ്രത്യേകിച്ച് പ്രസ്താവന ഇറക്കി അറിയിക്കേണ്ട കാര്യമുണ്ടോ? 24 മണിക്കൂർ ഇനി ഗൗതമിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അത് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനൊരാഗ്രഹം പറഞ്ഞ അതെങ്കിലും ആന്റിക്കൊന്ന് സാധിച്ചു തരാൻ പറ്റുമോ? എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാ. എന്താ? ഇനിയെങ്കിലും നിധി ഗൗതമിന്റെ കൂടെ ഓഫീസിലേക്ക് പോകരുത്. ഗൗതമിന്റെ സെക്രട്ടറിയേറ്റ് എന്നെ പോസ്റ്റ് ചെയ്യണം. പകൽ സമയം മുഴുവൻ ഗൗതമിന്റെ കൂടെ ഓഫീസിൽ ചെലവഴിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നാ മതി. ഞാൻ രണ്ടിനെ 2 വഴിക്കാക്കി തന്നോളാം. എന്തായാലും
നിധിയെ ഒരു നടയ്ക്ക് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവൾ ഓഫീസിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം അറിയണം. അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം.